മലയാറെ നീ മാറിപ്പോമോ ആകുലായാമൊരഴുക്കുചാലായി. കുറ്റിപ്പുറം പാലത്തിൽ നിന്ന് നെടുവീർപ്പിട്ട് പണ്ട് ഇടശ്ശേരി പറഞ്ഞ വാക്കുകളാണിത്. ഇന്ന് നമ്മുടെ നാട്ടിലെ പല നദികളുടെയും അവസ്ഥ ഇതാണ്. ഭക്ഷ്യവസ്തുക്കളുടെ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് സഞ്ചിയും മറ്റും കൊണ്ടുതള്ളുന്നത് പുഴകളിലേക്കാണ്. നാം കണ്ടു വളർന്ന നമ്മുടെ നാട്ടിലെ പുഴയും ഒരു മാലിന്യവാഹിനിയാകുമ്പോൾ അതിനെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെയാണ് താൻ കളിച്ചു വളർന്ന മാമ്പുഴയെ മാലിന്യമുക്തമാക്കണമെന്ന് ഫർസാനയും ആഗ്രഹിച്ചത്. പിന്നീടുള്ള ഓരോ ദിനങ്ങളും ആ നദിയെ എങ്ങനെ വീണ്ടെടുക്കാമെന്ന ചിന്തയിലായിരുന്നു അവൾ. ആ ചിന്തയാണ് വാട്ടർ സ്പോർട്സ് സർട്ടിഫിക്കേഷൻ നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് ഫർസാനയെ നയിച്ചത്. ഇതോടെ ഈ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വനിതയായി ഫർസാന മാറി. ഇപ്പോൾ മാമ്പുഴയെ മാലിന്യമുക്തമാക്കാൻ ജല ടൂറിസം പദ്ധതിയിലൂടെ പുതിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഫർസാന. ഞങ്ങള് കളിച്ചു വളർന്ന പുഴയാണിത്. ഞങ്ങൾ ഇവിടുന്നാണ് നീന്തം പഠിച്ചതും എല്ലാം. അപ്പൊ ഞങ്ങളുടെ മുമ്പുള്ള ജനറേഷൻ എന്ന് പറയുമ്പോൾ അവര് ഇതിൽ നിന്ന് വെള്ളം വരെ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്ര നല്ല വെള്ളമായിരുന്നു. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷൻ വരുമ്പം ഇത് തീരെ വൃത്തിയില്ലാതിരിക്കുകയാണ് പുഴ. മൊത്തം ചമ്മിയും പായലും പ്ലാസ്റ്റിക്കും ഒക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒന്ന് തടയാന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കി. അപ്പൊ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല. അപ്പാണ് ഞങ്ങൾ പുതിയൊരു ആശയമായിട്ട് വന്നിരിക്കുന്നത്, ടൂറിസം പറഞ്ഞിട്ട്. അപ്പൊ ടൂറിസം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് ഒരു ഏരിയ ഡെവലപ്മെന്റ് ഉണ്ടാവും. പിന്നെ ഇൻകം ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ കുറച്ചു പേർക്ക് ഇൻകം കൊടുക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതി തുടക്കം വെച്ചിരിക്കുന്നത്. പെഡൽ ബോട്ടുകളും കയാക്കിംഗ് ബോട്ടുകളും മാമ്പുഴയിൽ എത്തിച്ചാണ് ഫർസാനയുടെ ഈ ഒറ്റയാൾ പോരാട്ടം. ഫർസാനയ്ക്ക് പിന്തുണയായി ഒരു നാടും നാട്ടുകാരും മുഴുവനും കൂടെയുണ്ട്. കല്ലായിപ്പുഴയുടെ ഭാഗമായ മാമ്പുഴയിലെ കീഴ്മാട് കടവിൽ ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ തിരക്കാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഓരോ ദിവസവും ഇവിടെ ബോട്ടിങ്ങും കയാക്കിങ്ങും എല്ലാം ആസ്വദിക്കാനെത്തുന്നത്. താല്പര്യമുള്ളവർക്ക് കയാക്കിംഗ് പരിശീലനവും ഫർസാന നൽകുന്നുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത് തന്നെ വളരെയധികം നല്ലൊരു കാര്യമാണ്. ഇതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാന്നതിനുള്ള ഒരു പേടിയൊന്നും എനിക്കില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ തന്നെ എങ്ങനെ ചെയ്യണം, എന്താക്കണം എന്നുള്ള പരിശീലനം നന്നായി തന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റി. ഇത് എനിക്ക് വളരെയധികമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എന്റെ ലൈഫിൽ. ജല ടൂറിസം പദ്ധതിയിലൂടെ കാലത്തിനൊത്ത ആശയത്തിലൂടെ മാലിന്യവാഹിനിയായ ഒരു പുഴയെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് സമൂഹത്തിന് കാണിച്ചു തരികയാണ് ഫർസാന. ETV ഭാരത്, കോഴിക്കോട്.